പശ്ചിമബംഗാളിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുണ്ടായ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പ്രയാസമാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതേസമയം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് നിർദ്ദേശം പാലിച്ചില്ല എന്നും വിലയിരുത്തലുണ്ട്. ഡാർജിലിംഗ് വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടം നടന്ന റൂട്ടിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നു. അതിനാൽ റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ സ്റ്റേഷൻ മാസ്റ്ററാണ് ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന് അനുമതി നൽകിയത്. റെഡ് സിഗ്നലിന് മുൻപ് ട്രെയിൻ 1 മിനിറ്റ് നിർത്തിയ ശേഷമാണ് മുന്നോട്ടു പോകേണ്ടിയിരുന്നത്. ഇത് പാലിക്കപ്പെട്ടില്ല. ഇതിനു പകരം സഞ്ചരിക്കേണ്ടിയിരുന്ന 10 കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ ലോക്കോ പൈലറ്റ് ഗുഡ്സ് ട്രെയിൻ ഓടിച്ചു. ഇതാണ് നിർദ്ദേശപ്രകാരം വേഗത കുറച്ചുപോയ കാഞ്ചൻജംഗ ട്രെയിനിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കാൻ വഴിയൊരുക്കിയതെന്നാണ് റെയിൽവേയുടെ നിഗമനം. പക്ഷേ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരിച്ചതോടെ സ്ഥിരീകരണം ദുഷ്കരമാകും. സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത. അതേസമയം അപകടത്തെ തുടർന്ന് താറുമാറായ ഡാർജിലിംഗ് വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രാക്കുകൾ പൂർവ്വസ്ഥിതിയിലാക്കി പുലർച്ചെയോടെ ട്രയൽ റൺ നടത്തി. എങ്കിലും 5 ട്രെയിനുകൾ ഇന്നും റദ്ദാക്കേണ്ടി വന്നു. അപകടത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും സിലിഗുരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമല്ല. 8 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.